നമസ്കാരം, ഞാൻ മൃണാൾ. ഇന്ന് ബിരിയാണിയാണ്. ഒരുപാട് തരം ബിരിയാണികളുണ്ട്. പെഷ്വാരി ബിരിയാണി, പേർഷ്യൻ ബിരിയാണി, ലക്നൗവി ബിരിയാണി, നമ്മുടെ ഹൈദരാബാദി ബിരിയാണി, പിന്നെ തൽപ്പാക്കട്ടി ബിരിയാണി, ഡിണ്ടിഗൽ ബിരിയാണി, ആമ്പൂർ ബിരിയാണി എന്നറിയപ്പെടുന്ന ആർക്കോട്ട് ബിരിയാണി, പിന്നെ നമ്മുടെ ലണ്ടൻ ബത്തേനിയിലെ ലുത്തീനിയകൾ എന്ന് പറയുന്ന NS മാധവൻ്റെ നോവലിൽ പറയുന്ന കൊച്ചിക്കാരുടെ ബിരിയാണി, തലശ്ശേരി ബിരിയാണി. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കോഴിക്കോടൻ ബിരിയാണിയാണ്. കോഴിക്കോടൻ ബിരിയാണിയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് കാലിക്കറ്റ് പാരഗൺ ആണ്. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് കാലിക്കറ്റ് പാരഗണിൻ്റെ കിച്ചണിൽ നമ്മൾ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ഒരു ഷെഫും ഒരു കുക്കും തമ്മിലുള്ള വ്യത്യാസവും പ്രോപ്പറായിട്ടുള്ള ഹയറാർക്കിയുള്ള ഷെഫുമാരാൽ ഹെഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രൊഫഷണൽ കിച്ചണും ഒരു തട്ടിക്കൂട്ട് കിച്ചണും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ അറ്റൻഷൻ ടു ഡീറ്റെയിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട മുറിച്ച തക്കാളി ആയാലും ഉള്ളി ആയാലും ചിക്കൻ ആയാലും വെറുതെ തറച്ച് മുറിച്ചിട്ടിരിക്കുകയല്ല. ഒരു കഷ്ണം അടുത്ത കഷ്ണത്തിനോട് ഐഡൻറ്റിക്കലാണ് എന്ന് തോന്നുന്ന രീതിയിൽ കറക്റ്റായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ളൊരു ജോലി ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ലീൻലിനെസ് നോക്കൂ. ആ കിച്ചണിൽ ആയിരക്കണക്കിന് പേരുടെ ഭക്ഷണമാണ് തിരക്കുള്ള മീൽസിൻ്റെ സമയത്തൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരാളുടെ യൂണിഫോമും കിച്ചൻ്റെ ക്ലീൻലിനെസ്സും അവർ വളരെ എളുപ്പമെന്നുള്ള തോന്നിക്കുന്ന രീതിയിൽ ഇത്രയും വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് സാധിക്കുകയാണ്. പാരഗണിൻ്റെ സീക്രട്ട് റെസിപ്പീസ് ലിസ്റ്റിലുള്ള ചില ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ടതോടുകൂടി ബിരിയാണിയുടെ കളർ മാറി തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കറുത്ത കോട്ടിട്ടുള്ള 2 വെളുത്ത കരങ്ങളാണ് ഇതൊക്കെ ഈ ചെമ്പിലേക്ക് ഇട്ടതും ഈ ടീമിനെ ഗൈഡ് ചെയ്യുന്നതും. അതാണ് ഷെഫ് വിജയൻ പിള്ള. കോഴിക്കോട് സ്വന്തം നാടല്ല? അല്ല, ഞാൻ ആലപ്പുഴയാണ് സ്വന്തം നാട്. 30 വർഷമായിട്ട് കോഴിക്കോടാണ്. ഇപ്പോൾ ഞാൻ കോഴിക്കോടുകാരനാണ്. താമസം കല്യാണം കഴിച്ചത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് തന്നെ സെറ്റിലാക്കി. എന്താ കോഴിക്കോട് തിരഞ്ഞെടുത്ത്? നല്ല ആൾക്കാർ, നല്ല ഭക്ഷണപ്രിയരായ ആൾക്കാർ. ഭക്ഷണം കാരണം നാട് കിട്ടാണത്. ബിരിയാണി മസാലയുടെ ഫിനിഷിംഗ് വർക്കുകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മറ്റൊരിടത്ത് അരി ബിരിയാണിയായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് മാത്രമുള്ള ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഈ ബ്ലോഗിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ചിക്കൻ കാണിച്ചു, പിന്നെ അരി കാണിച്ചു. ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ള റെക്കോർഡ് ബിരിയാണിയുടെ നമ്പർ എത്രയാണ്? 650 കിലോയോളം വരും. 650 കിലോ എന്ന് പറയുമ്പോൾ എത്ര ബിരിയാണി ഉണ്ട്? 4500 മുളപ്പുറത്ത്. അത് എവിടെയാണ് ഉണ്ടാക്കിയത്? ഇതേ സൗകര്യത്തിൽ തന്നെ. ഇതേ സൗകര്യത്തിൽ. നമ്മുടെ ജഗന്നാഥൻ തമ്പ്രാൻ പറഞ്ഞതുപോലെ കൂളായിട്ട് പൂപ്പറിക്കുന്ന ലാഘവത്തിലാണ് അങ്ങേര് പറഞ്ഞത് 4000 ബിരിയാണിയൊക്കെ ഇവിടെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ, പ്രശ്നമുള്ള കാര്യമല്ല. ഇനി നമ്മൾ അരി കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. നമുക്ക് ദമ്മിടാനുള്ള നേരമായി. നിങ്ങൾ ആ ഭാരമുള്ള ചെമ്പ് സന്തോഷത്തോടു കൂടി പിടിച്ചു കൊണ്ടുവരുന്ന ജോലിക്കാരെ ശ്രദ്ധിച്ചോ? അങ്ങനെയുള്ള 350-ൽ പരം ജോലിക്കാരുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. 2000-ൽ പരം ജോലിക്കാരുണ്ട് പാരഗൺ ഗ്രൂപ്പിൻ്റെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ചേർത്തിട്ട്. ഷെസാർ റിറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വിറ്റ്സർലൻഡിൽ ജനിച്ച് ഓസ്ട്രേലിയയിലും വിയന്നയിലും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ചെറിയൊരു കരിയർ തുടങ്ങി. പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ്, ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള ദ സവോയ് ലണ്ടൻ തുടങ്ങിയ മനുഷ്യൻ. അക്കാലത്ത് സവോയിലെ റെസ്റ്റോറൻറ്റ്സിൽ പ്രിൻസ് ഓഫ് വെയിൽസ് അടക്കമുള്ള റോയൽറ്റീസ്, അതിസമ്പന്നരായ ബിസിനസ്സുകാർ, അതിപ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ, ഇവരൊക്കെ നിത്യസന്ദർശകരായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദ കിങ് ഓഫ് ഹോട്ടലിയേഴ്സ് എന്നും ഹോട്ടലിയർ ടു ദ കിങ്സ് എന്നുമായിരുന്നു. അദ്ദേഹം വർക്കിംഗ് ക്ലാസ്സിൻ്റെ, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു ഹീറോ ആയിരുന്നു. അതിൻ്റെ ഒരു മലയാളി വേർഷനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സാധാരണഗതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ചെയിൻ ഓഫ് ബിസിനസ്സും റൺ ചെയ്യുന്ന ആൾക്കാർക്ക് കട്ട് ത്രോട്ട് ആയിട്ടുള്ള HR പോളിസി ഉണ്ട്, കട്ട് ത്രോട്ട് ആയിട്ടുള്ള ബിസിനസ് പോളിസീസ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഫൈനാൻഷ്യൽ പോളിസി. അത് പൊതുവെ ഒരു മനുഷ്യത്വ മുഖം ഇല്ലാത്ത പോളിസികളായിരിക്കും. നിങ്ങളെങ്ങനെയാണ് ഇത്രയും ആൾക്കാരെ ഒരു ഹ്യൂമൻ അപ്രോച്ചിലൂടെ ഈ പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്? എനിക്കിപ്പോഴും ഏതാണ് ഇതിൻ്റെ അകത്ത് അധികം വേണ്ടെന്നുള്ളത് എനിക്കിപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. യു ഹാവ് ടു ഹാവ് എ ഹാർട്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഹാവ് എ ബ്രെയിൻ ആസ്. നമ്മളെ CEO, നമ്മളെ ഫിനാൻസ് പീപ്പിൾ, അപ്പോൾ അവർ ഞാനുമായിട്ട് സ്ഥിരമുള്ള ക്ലാഷാണ് ഈ ഇഷ്യൂ. അപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി എന്നെ കൗണ്ടർ ചെയ്യുന്ന, എൻ്റെ നിങ്ങൾ പറയുന്ന ഈ ഹ്യൂമൻ അപ്രോച്ച് എന്ന് പറയുന്നത് കൗണ്ടർ ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ബ്രെയിൻ്റെ ആൾക്കാരുണ്ട്. അവർ കണക്കുകളും കാര്യങ്ങളും നിർത്തി ഇത് നിങ്ങൾ ചെയ്ത അബദ്ധമാണ് എന്നെ സൂചിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനല്ല, ഇത് നമ്മൾ ഈ അപ്രോച്ച് ഉണ്ടെങ്കിൽ നമ്മൾ കാര്യമുള്ളൂ, എന്നാലാണ് നമ്മൾ സക്സസ് ആവുള്ളൂ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും സ്ഥിരം ക്ലാഷ് നമ്മളെ ഹെഡ് ഓഫീസിൽ നടക്കാറുണ്ട്.
അങ്ങനെ അതിൻ്റെ അകത്തൊരു ബാലൻസിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പറയുന്ന പോലെ വെറും ഹ്യൂമൻ മാത്രമല്ല, ഇതും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വേണം. ഈ കാര്യത്തിൽ അവരുടെ രീതികൾ വളരെ കാര്യക്ഷമമാണെന്ന് വേണം കരുതാൻ. കാരണം ഇത്രയും വലിയ ഓപ്പറേഷൻ ഉണ്ടായിട്ടും ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കിച്ചൺ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചല്ലോ. പല പ്രായത്തിലുള്ള ബിരിയാണികൾ ഇവിടെ ഉണ്ട്. ഇപ്പം ദമ്മ് ഇട്ടത് മുതൽ ദമ്മ് പൊട്ടിക്കാറായത് വരെ. ഇനി നമുക്കൊരു ദമ്മ് പൊട്ടിക്കാം. ദമ്മ് പൊട്ടിക്കുമ്പോൾ വരുന്ന ആ മണം, ആൽഫ് ലൈല വലൈലയുടെ ഭാഷ പറഞ്ഞാൽ അനിർവചനീയമത്രേ. ഓഫ്. ബിരിയാണി ചെമ്പ് അടുപ്പിൽ എടുത്ത് വെച്ച് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. 2 മണിക്കൂർ കൊണ്ടാണ് കനലിൽ വെന്ത പാരഗൺ ബിരിയാണി ഉണ്ടായി വന്നത്. അവരത് വിളമ്പാൻ വേണ്ടിയിട്ട് റൈസ് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കാരണം ഓരോ ബിരിയാണിയിലും ഇറച്ചി, റൈസ്, മസാല അതിൻ്റെ പൂർണ്ണതയിൽ കൃത്യമായിട്ട് വിളമ്പിയാൽ മാത്രമേ ബിരിയാണി നന്നായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ വിളമ്പുന്ന മനുഷ്യനാണെന്ന് തോന്നില്ല, വല്ല ജർമ്മനിയിലോ ഉണ്ടാക്കിയ ബോഷിൻ്റെ മറ്റേ മെഷീനാണെന്ന് തോന്നുന്നു. കാരണം തിരക്കുള്ള സമയത്ത് ഞാൻ കണ്ടു നിന്നു. ഓരോ മിനിറ്റിലും 5, 6, 7 ബിരിയാണിയൊക്കെയാണ് വിളമ്പുന്നത്. എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഈ ബിരിയാണി ചെമ്പിന് അടുത്ത് അത് വിളമ്പുമ്പോൾ പോലുള്ള ചൂട് നിങ്ങളെ അറിയിക്കാൻ എനിക്ക് നിർവാഹമില്ല. കാരണം ബ്ലോഗിലൂടെ അറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അടുപ്പത്തുണ്ടാകുമ്പോഴുള്ള കാര്യം പറയണ്ടല്ലോ. ഒരു ബിരിയാണി ചെമ്പ് ദമ്മ് പൊട്ടിച്ച് 1 മണിക്കൂറിനുള്ളിൽ അവരത് വിളമ്പി തീർത്തിരിക്കും. കാരണം എന്നാൽ മാത്രമേ അത് ആസ്വദിക്കുന്ന ആൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഷ്നെസ്സോട് കൂടി അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ തിയറി. അപ്പോൾ ഒരു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ച് 2 മണിക്കൂർ കൊണ്ട് മാത്രമേ ദമ്മ് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ദമ്മ് പൊട്ടിച്ച് 1 മണിക്കൂറിനുള്ളിൽ വിളമ്പി തീർക്കുകയും വേണം. ആ പെർഫെക്ഷൻ അവർ സ്ഥിരമായിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് ഈ പെർഫെക്ഷൻ്റെ സീക്രട്ട്? After some time, it's not just about survival, it's not just about name, goodwill. It also becomes a duty to your teammates, your team members. It is not just your life, because there is too many people depending on it. So you like it or not, you have to flourish, you have to thrive, and you have to strive. കഴിക്കാൻ നേരമായി. പക്ഷെ ഒരു കാര്യം ഒരാളോട് ചോദിക്കാനുണ്ട്. ഇനി എന്താ പ്ലാൻ? ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും ബിരിയാണി പണിയെടുക്കാൻ പറ്റുന്നിടത്തോളം കാലം ബിരിയാണി ഉണ്ടാക്കും. 30 കൊല്ലമായിട്ട് ബിരിയാണി വെച്ച് മനസ്സ് നിറച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയുന്നത് നമ്മളിവിടെ തന്നെ ഉണ്ടാവും, സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്. ബിരിയാണി, റൈത്ത, പിക്കിൾ, പപ്പടം, ചമ്മന്തി. എൻജോയ്. ഇതാണ് ഈ പാരയുടെ കുഴപ്പം. അവർ കോഴ്സ് ബൈ കോഴ്സ് ആയിട്ടാണ് പായസമൊക്കെ സെർവ് ചെയ്യുന്നത്. ബിരിയാണിയുടെ കൂടിയുള്ള പായസമാണ് സാധാരണ എല്ലാവരും ആദ്യം തന്നെ കൊണ്ട് തരാറില്ലേ പതിവ്. ആ എൻജോയ് പറഞ്ഞതിൻ്റെ ഫ്ലോ അങ്ങ് പോയി. ഓക്കെ, ഈ പായസം കൂടെ എൻജോയ്. മൃണാൾസ് വ്ലോഗ് നെക്സ്റ്റ് സൺഡേ കാണാം. ഗുഡ് ബൈ.